ശരിക്കും ഈ ഡെമോൺസ്ട്രേഷൻ ഞാൻ പറഞ്ഞു കാണിച്ചിരുന്നപ്പോൾ ഡെമോൺസ്ട്രേഷൻ കണ്ടപ്പോഴാണ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് മനസ്സിലായത്. ഫസ്റ്റ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് വിസ്പർ സ്റ്റേഫ്ലി പല കമ്പനികളുണ്ടാവും. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇത് പ്ലാസ്റ്റിക് എന്നുള്ളത് എഴുതാന്ന് പറയുന്നില്ല. സാധാരണ ലേഡീസ് എന്താ ചെയ്യാറുള്ളത്, പാഡ് വാങ്ങും, ഇത് നമ്മൾ പൊട്ടിക്കും, ഇതിൽ നിന്നൊരു പാഡ് എന്ത് ചെയ്യും പുറത്തെടുക്കും, ഇങ്ങനെ തന്നെ എവിടെയെങ്കിലും വെക്കും. ശരിയല്ലേ? പൊതുവെ സീക്രട്ട് പ്ലേസിലേ വെക്കും. ഇത് ഓപ്പൺ ആണ്, ഇതിൽ പല്ല് പാറ്റ കൂടൊക്കെ പാർക്കാനുള്ള സാധ്യത. ഇനി ഒന്നത്. ഇനി രണ്ട്, യാത്രയിലൊക്കെ പോകുമ്പോൾ പല സ്ത്രീകളും ഇതുപോലെ 2-3 എടുത്ത് എന്ത് ചെയ്യും ബാഗിൽ വെക്കും. ഇതും ഓപ്പൺ ആണ്. ആ ബാഗിലുള്ള എല്ലാ ഇൻസ്ട്രുമെന്റുകളും ഏറ്റവും സേഫായി ടച്ച് ചെയ്യേണ്ട ഭാഗമാണ്. അപ്പൊ ഞാനിതൊന്ന് ഓപ്പൺ ചെയ്യും. ഇതിവിടെ ഒന്നു. ഇനി രണ്ട്, നമ്മുടെ പാഡ് സാനിറ്ററി നാപ്കിൻ. ഇത് ഫുള്ളി ഡീകമ്പോസ്, പ്ലാസ്റ്റിക്കിന്റെ ഒരു അംശം പോലില്ല. പേക്കടക്കം മണ്ണിൽ നീച്ചു. ഇത് പ്ലാസ്റ്റിക് അങ്ങനെ തന്നെ ഉണ്ടാവും. ഇത് പേക്കടക്കം മണ്ണിൽ നീച്ചു. ഒന്നത്. ഇനി ഇത് പൊട്ടിച്ചുണ്ട്, അത് പൊട്ടിച്ചുണ്ട്. ഇത് നമ്മളിങ്ങനെ പൊട്ടിക്കുന്നു. ഇതിൽ നിന്നൊരു പാഡ് പുറത്തെടുക്കും. ഇതേപോലെ തന്നെ എയർ ടൈറ്റ് ആയിട്ട് വെക്കാം. മറ്റൊരു ഓപ്പണാണ്. ഇനി അതല്ലെങ്കിൽ പോലും ഇതേപോലെ ഓപ്പൺ അല്ല, ഇത് ലോക്കാണ്. നമ്മൾ യാത്രയിലൊക്കെ പോകുന്ന സമയത്ത് വളരെ സേഫായിട്ട് പിടിക്കാൻ പറ്റും. ഓക്കെ, ഞാൻ ഇതൊന്ന് പൊളിക്കാം. രണ്ട് പാഡ്, ഒന്ന് നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന പാഡ്, ജസ്റ്റ് ഒന്ന് രണ്ട് കൈ കൊണ്ട് പുറത്തൊന്ന് എന്നൊരു ഫീലിംഗ് ഒന്ന് ജസ്റ്റ് തൊട്ട് വെക്കും. നമ്മൾ ഫീലിംഗ് അറിയാൻ വേണ്ടിയിട്ട്. അതൊരു ഹാർഡായിട്ട് ഫീൽ ചെയ്യുന്നില്ല മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നത്. അപ്പൊ ഇനി ഞാൻ സിറിഞ്ച് എടുത്തിട്ട് കുറച്ച് വെള്ളം, ഇതിന്റെ അബ്സോർപ്ഷൻ കപ്പാസിറ്റി എത്ര ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നോർമലി നമ്മൾ ഈ ഇതിന്റെ പരസ്യത്തിലൊക്കെ പറയുന്നത് 250 മില്ലി വരെ അബ്സോർബ് ചെയ്യുന്നതാണ്. എത്രത്തോളം ചെയ്യും നമുക്ക് നോക്കാം. ml എടുത്തുകൊണ്ട് കമ്പനിയുടെ ഫോവയുടെ നാപ്കിനിൽ ഞാൻ എന്ത് ചെയ്യണം, ml എടുത്ത് നമ്മൾ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന വിസ്പർ എന്ന് പറഞ്ഞ പാഡ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ 60 ml ഇതിൽ ഒഴിച്ചു, 60 ml ഇതിൽ ഒഴിച്ചു. രണ്ട് കൈ കൊണ്ടും പാഡ് ഒന്ന് പ്രസ് ചെയ്യണം. ഒന്നും അങ്ങോട്ട് ആവശ്യമില്ല. രണ്ട് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്യും. അല്ല, ഒരു കൈ ഓരോ കൈ ഓർത്തോളൂ. അതായത് നമ്മൾ 60 ml ആണ് രണ്ടിലും ഒഴിച്ചത്. ഓക്കെ, ഇനി ഒന്നുകൂടി മനസ്സിലാവും. ഒരു 60 ml കൂടി എടുത്തു, ഒന്നുകൂടി ഒഴിക്കും. നമ്മളിതിൽ 120 ml ഇതിൽ ഒഴിച്ചു. ഇതിൽ വെറും 60 മാത്രമേ ഒഴിച്ചു. ഇനിയൊന്ന് പ്രസ് ചെയ്തു.
ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിൽ നമ്മൾ 60 വെച്ചിട്ടുള്ളൂ. ഇതിന് മാർക്കറ്റിൽ കിട്ടുന്നത് ഇതിൽ 103 വെച്ചിട്ടും ഇതിൻ്റെ തരത്തിലുള്ള. ഓക്കെ, ഇത് അബ്സോർപ്ഷൻ കപ്പാസിറ്റി അറിയാൻ വേണ്ടി ഇത് 250 മില്ലി വരെ ഇതിൽ അബ്സോർബ് ചെയ്യും. ശരിക്കും 2 മുതൽ 8 പാഡ് വരെ ഡെയിലി ഈ പാഡ് യൂസ് ചെയ്യുന്ന ആളുകളുണ്ട് അല്ലേ ലേഡീസ്. 16 മണിക്കൂർ സമയത്തേക്ക്. ഓക്കെ, ഇനി ഇതിൽ എന്താണ് അടങ്ങിയിരിക്കുന്നത് നോക്കാം. അവിടെയാണ് നമ്മൾ ഞാൻ ആദ്യം നമ്മൾ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന പാഡ് എന്താണെന്ന് നോക്കണം. 3 ലെയറാണ് ഇതിലാകെ വരുന്നത്. ഫസ്റ്റ് ലെയറാണ് ഇത്. എന്താണെന്നറിയോ? പ്ലാസ്റ്റിക്. അതായത് ഈ ടൈമിൽ വരുന്ന ബ്ലഡ് എന്ന് പറയുന്നത് നല്ല ഹീറ്റായിട്ട് ബ്ലഡ് ആയിരിക്കും. ആ ബ്ലഡ് ഈ പ്ലാസ്റ്റിക്കിൽ ടച്ച് ചെയ്യുന്നത് കൂടിയിട്ടാണ് ഈ ഡയോക്സിൻ എന്ന വാതകം ഉത്പാദിപ്പിക്കുന്ന ക്യാൻസർ ഉണ്ടാകുന്നത്. അതാണ് ഏറ്റവും വലിയ ബോഡിയിൽ ടച്ച് ചെയ്യുന്നത്. പക്ക പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ പോരാ, പ്ലാസ്റ്റിക് വേസ്റ്റാണ്. അപ്പോൾ ഇതാണ് ഇതിൽ ഏറ്റവും വലിയ ഡേഞ്ചർ എന്ന് പറയുന്നത്. ഒന്നത്. രണ്ടാമത്തെ ലെയർ എന്ന് പറയുന്നത് എന്താണെന്നറിയാം? എന്താണ്? ഇത് ഉപയോഗിക്കുന്ന ലേഡീസ് 95% ആളുകളും പറഞ്ഞത് പഞ്ഞി അല്ലെ കോട്ടൺ. എന്താണെന്ന് നോക്കാം. ടിഷ്യൂ. റീസൈക്കിൾ ചെയ്ത് വരുന്ന ടിഷ്യൂ പേപ്പർ നമ്മുടെ വീട്ടിൽ നിന്ന് പെറുക്കി കൊണ്ടുവന്ന കാർഡ്ബോർഡൊക്കെ അത് റീസൈക്കിൾ ചെയ്ത് വരുന്നത്. ഒന്ന് ആലോചിച്ച് ഇതിന്റെ ഡേഞ്ചർ അവസ്ഥ ആലോചിക്കുമ്പോൾ ഓരോ മാസവും സ്ത്രീകൾ, സഹോദരിമാര്, ഭാര്യമാര്, അമ്മമാരൊക്കെ അനുഭവിക്കുന്ന ഒരു ദുരവസ്ഥയാണ്. എത്രത്തോളം ഡേഞ്ചറാണ് നോക്കാം. 3 പറയേണ്ടത്. അപ്പോ മാനസിക ഹെയർ പോലും കിടക്കാത്തതാണ്. കാരണം ഈ വരുന്ന പീരിയഡ് ടൈമിലുള്ള ബ്ലഡ് ഒന്ന് ഫസ്റ്റ് പ്ലാസ്റ്റിക്കിൽ വരുന്നു, രണ്ടാം വേസ്റ്റ് പേപ്പറിൽ വരുന്നു, വീണ്ടും ആ പ്ലാസ്റ്റിക്കിൽ അവിടെ കിടന്ന് അത് വീണ്ടും ഉള്ളിലേക്ക് അതിൻ്റെ അണുക്കൾ പോയിട്ടാണ് ഈ പറഞ്ഞ PCOD, ക്യാൻസർ, സെർവിക്കൽ ക്യാൻസർ ഒക്കെ വരുന്നത്. അപ്പൊ ഞാൻ ഇതിന്റെ ഡെമോൺസ്ട്രേഷൻ കണ്ട സമയത്ത് ഇത് ബിസിനസ് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ഒക്കെ രണ്ടാമത്തെ കാര്യം. ഞാനൊന്ന് തീരുമാനിച്ചത് എൻ്റെ ഭാര്യക്ക്, എൻ്റെ പെങ്ങന്മാർക്കൊന്നും ഞാൻ എന്ത് ചെയ്യില്ല, മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന പാഡ് വാങ്ങി കൊടുക്കില്ല എന്നൊരു തീരുമാനം. ഒന്ന് ഇത് കണ്ടാൽ 3 ലെയറാണ്, 3 ഇതാണ്. ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്ത് നിങ്ങൾ ബിസിനസ് ചെയ്യുക, ചെയ്യാൻ പക്ഷെ ഒരു കാരണവശാലും നിങ്ങൾ ഇത് വാങ്ങി കൊടുക്കരുത് എന്നാണ് പറയുന്നത്. ഇനി നമ്മുടെ പാഡ് ഫസ്റ്റ് ലെയർ, ഇതിൽ 7 ലെയർ ആണ് നമുക്കുള്ളത്. ഫസ്റ്റ് ലെയറാണ് സർജിക്കൽ കോട്ടൺ. ഡോക്ടേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്ന സർജിക്കൽ കോട്ടൺ. കാരണം ഇവിടെ നമ്മൾ പ്ലാസ്റ്റിക് വേസ്റ്റ് ഉള്ള സമയത്താണ് നമുക്കിവിടെ ഒന്നാമത്തെ ലെയറാണ്. രണ്ടാമത്തെ ലെയർ എന്ന് പറയുന്നത് ഇതാണ് ഇതിന്റെ ഹാർട്ട് എന്ന് പറയുന്നത്. ഇതിന്റെ പേര് അയൺ സ്ട്രിപ്പ് എന്നാണ്. ഇതിന്റെ പ്രത്യേകത ലക്ഷക്കണക്കിന് ബാക്ടീരിയ, ഫംഗസ്, വൈറസുകളെ കില്ല് ചെയ്യാനുള്ള കഴിവുകളുണ്ട് ഈ സ്ട്രിപ്പിനുണ്ട്. ഇതറിയണോണ്ട് ഇതേപോലെ ഡെമോ കാണിച്ച ഈ സ്ട്രിപ്പൊക്കെ എടുത്തുകൊണ്ട് ഷുഗറൊക്കെ വന്നിട്ട് മാറാത്ത മുഖങ്ങളൊക്കെ ഉണ്ടാവും, അവിടെ ഇത് നനച്ച് വെച്ച് കഴിഞ്ഞാൽ മാറ്റുണ്ടാവും. ഇനി അതേപോലെ വായ്പുള്ള ആളുകൾക്ക് ചവച്ച് കഴിഞ്ഞാൽ മാറ്റുണ്ടാവും. 3-4 ദിവസമൊക്കെ നമ്മൾ ഷൂ അടുപ്പിച്ചിട്ട് അതിന് സ്മെല്ല് ഉണ്ടാവുമല്ലോ, അതിൽ വെച്ച് കഴിഞ്ഞാൽ മാറ്റുണ്ടാവും. ഇതെന്തുകൊണ്ട് ഇതിൽ വെക്കുന്നത് വെച്ചാൽ ഈ ടൈമിൽ വരുന്ന ബ്ലഡിൽ ബാക്ടീരിയ, ഫംഗസ്, വൈറസ് ഒക്കെ ഉണ്ടാവും. നോർമലി സംഭവിക്കുന്ന ഈ പ്ലാസ്റ്റിക്കിലും പേപ്പറിലും അടങ്ങി അവിടെ തന്നെ കളിച്ചിട്ട് അത് ഉള്ളിലേക്ക് കയറിയിട്ടാണ് അസുഖങ്ങൾ ഉണ്ടാകുന്നത്. ഇത് വെച്ച് കഴിഞ്ഞാൽ ഇതുള്ളത് കൊണ്ട് അതിനെല്ലാം കില്ല് ചെയ്യും. അപ്പൊ ഈ നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ച ആളുടെ എക്സ്പീരിയൻസിന് ഒരു ഇറിറ്റേഷനോ പെയിനോ ഒന്നും ഉണ്ടാവില്ല. ഇതാണ് രണ്ടാമത്തെ. പിന്നെ അടുത്ത 2 ലെയറോട് കാണിച്ചു തരാം. മൂന്ന് 4 ലെയർ, മറ്റേ 3 ലെയർ ഉണ്ടായിരുന്നത് 4 ലെയറായി. പിന്നെ വരുന്നത് ജെല്ലാണ്. ഈ ജെല്ലെന്ന് പറയുന്നത് കറ്റാർ വാഴയും വാഴപ്പിണ്ടിയുമാണ്. ഇത് വായിൽ വെച്ചാൽ പോലും കേടില്ല.
ഇപ്പൊ നമ്മൾ 120 മില്ലി വെള്ളത്തിൽ ഒഴിച്ചു, 1 മില്ലി വെള്ളം പുറത്തില്ല. ഇനി നമ്മൾ കൈ ഒന്ന് ഇങ്ങനെ വെച്ച് നോക്കി, ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്നില്ല. നോർമലി ഇവിടെ മറ്റൊരെന്താ സംഭവിക്കുക, പ്ലാസ്റ്റിക്കിലേക്ക് ചൂട് ബ്ലഡ് വരുമ്പോൾ നീങ്ങുന്നത്. ഇത് ഇനി 6ാമത്തെ ലെയർ വാട്ടർ. ലാസ്റ്റ് സിലിക്കണും, ഇത് പ്ലാസ്റ്റിക് അല്ല, സിലിക്കണും കോട്ടണമാണ്. ഇത് നമ്മൾ പ്ലാസ്റ്റിക് നേരേക്ക് വരില്ല, സിലിക്കണും കോട്ടൺ. ഇങ്ങനെ 7 ലെയർ അടങ്ങിയ ഒരു പാഡാണ് നമ്മുടെ പാഡ്. ഓക്കെ, അപ്പൊ എന്തുകൊണ്ട് നമ്മുടെ പാഡ് ഉപയോഗിക്കണം, എന്തുകൊണ്ട് മാർക്കറ്റിൽ കിട്ടുന്ന പാഡ് ഉപയോഗിക്കരുതെന്ന് മനസ്സിലായില്ലേ? 1. 2, നമ്മുടെ പാഡില് ഒരു ടെസ്റ്റിംഗ് കിറ്റ് ഫ്രീ ആണ്. ഇതിന്റെ പേര് വെജിന ഹെൽത്ത് സെൽഫ് ടെസ്റ്റ് കാർഡ് എന്നാണ് ഇതിന്റെ പേര്. ഇതെല്ലാ പാഡിലും ഫ്രീ ആണ്. നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് പോലെയുള്ള കിറ്റ് എന്ന് പറയുന്നത്. ഒരു ബഡ്സും 2 ഇത് ഉണ്ടാവുക, സ്നാപ്പ് ഉണ്ടാവുക. ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പീരീഡ് കഴിഞ്ഞ് കുളിച്ച് പിറ്റേ ദിവസം ഈ ബഡ്സിൽ കുറച്ച് ഫ്ലൂയിഡ് എടുത്ത് ജസ്റ്റ് ഇവിടെ പ്ലേസ് ചെയ്യാം, യെല്ലോ കളർ. അപ്പോൾ ഒരു 30 സെക്കൻഡ് കൊണ്ട് കളർ മാറും. ഇത് പാഡാണ് ഒരു പാക്കിൽ വരിക. ഈ ടെസ്റ്റിംഗ് കിറ്റിന് മാർക്കറ്റിൽ 250 മുതൽ 400 വരെ വരെയുണ്ട് ഈ മോഡൽ കിറ്റിന്. ഇത് നമുക്കിതിൽ ഫ്രീ ആണ്. ഈ 8 പാഡും ഈ ടെസ്റ്റിംഗ് കിറ്റും അടക്കം നമുക്ക് വരുന്ന റേറ്റ് 240 രൂപയാണ് MRP, 200 രൂപയാണ് DP. ഡിസ്ട്രിബ്യൂട്ടർ ആയിക്കഴിഞ്ഞാൽ 200 രൂപയ്ക്ക് കണ്ടാൽ മതി. നമ്മൾ പാഡ് 3 ഒന്ന് ഇത്, ഒന്ന് പാഡി ലൈനർ, പിന്നെ ഇതിന് നേരെ വരുന്നത് സെയിം തന്നെ. ഇത് 250 മില്ലി അബ്സോർബ് ചെയ്യുന്നു, ഇത് 350 മില്ലി അബ്സോർബ് ചെയ്യുന്ന പാഡാണ്. വലിയ ആളുകൾക്ക് ഇതെല്ലാം അത്യാവശ്യം എളുപ്പമുണ്ട് എന്നാണ് ഇതിൽ ഉപയോഗിച്ച ആളുകൾ പറയുന്നത്. നല്ല ആളുകൾ ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇതിന്റെ 50 രൂപ കൂടും, ഇതിനെക്കാട്ടി 50. ഇതെല്ലാം ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ ആണ് ഡിസ്ട്രിബ്യൂട്ടർ ആയിക്കഴിഞ്ഞാൽ. ഓക്കെ.